ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനിയേച്ചർ അയൺ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ടൂത്ത് ബ്രഷൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ ഒരു ക്യാപ്പ് പോലത്തെ ഭാഗം, അതാണ് എടുത്തിരിക്കുന്ന. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോർഷനാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം നമ്മുടെ ഒരു അയൺ ബോക്സിൻ്റെ ഷേപ്പിലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ അടിഭാഗമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ വലുത് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലത്തത് കട്ട് ചെയ്താലും മതി. ആൻഡ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് സിസർ വെച്ചിട്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നീളം കുറച്ചെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സാധാരണ വേസ്റ്റ് ആയിട്ട് വരുന്ന, നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനെ കവർ ചെയ്തൊക്കെ വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകളാണ് കേട്ടോ. അതിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് വേസ്റ്റായിട്ട് കളയണം എന്നില്ല. ഇതുപോലെ കുഞ്ഞു എന്തെങ്കിലും സാധനങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് അത് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഒട്ടിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫെവിക്കോൾ ഓൾഡ് ഫിക്സ് ഗ്ലൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മളത് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ പുറത്തേക്ക് കർവി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഭാഗം ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. കാരണം നമ്മളുടെ അയൺ ബോക്സൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാലോ, അതിങ്ങനെ കുറച്ച് പൊങ്ങിയിട്ട് നമ്മളൊരു ഷൂസൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. കുറച്ചിങ്ങനെ പൊങ്ങിയിട്ടുണ്ടാവും, അൺകർവി ആയിട്ടുണ്ടാവും. സോ അങ്ങനെ ആ രീതിയിൽ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ ഓൾ ഫിക്സ് ഗ്ലൂ തന്നെ ഉപയോഗിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിബോണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യൂക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ഉപയോഗിക്കാം. ഫെവിക്കോള് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിക്കാം. ഫെവിക്കോൾ ഇതിന് പറ്റില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പെയിൻറ്റ് ബോട്ടിലിൻ്റെ ഒക്കെ അകത്തുള്ള ഈ ഒരു സ്റ്റൈറോഫോം സർക്കിളാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ അതും ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ഷാർപ്പായിട്ട് എൻഡിൽ കുറച്ച് ഷാർപ്പായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഈ ഒരു അയൺ ബോക്സിൻ്റെ ഒരു കോയിൽ വരില്ലേ, താഴത്തെ ഭാഗം ഹീറ്റ് ആവുന്ന ആ ഒരു ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴെ ഒട്ടിക്കാനാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ കട്ട് ചെയ്തപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഷേപ്പിനെക്കാട്ടിലും ചെറുതായിരുന്നു ഈ ഒരു പീസ്. അതിന് ശേഷം ഞാൻ വീണ്ടും അതിൻ്റെ ഒരു ബാക്കി ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഡിസൈഡ് ഷേപ്പിൽ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കുറച്ച് നീണ്ടു നിൽക്കുന്ന ഭാഗം ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതും ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു താഴത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് സിസർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഒരു സ്റ്റൈറോഫോം ബാക്കി വന്നത് ഇതുപോലെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അയൺ ബോക്സിൻ്റെ മുകളിലേക്കുള്ള ഒരു ഹാൻഡിലും അതുപോലെ മോട്ടർ വയ്ക്കുന്ന ഒരു സ്വിച്ചും അതൊക്കെ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാൻഡിലിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാർഡ്ബോർഡ്, ഒരുപാട് കട്ടിയുള്ള കാർഡ്ബോർഡല്ല, ചെറിയ കട്ടിയുള്ള കാർഡ്ബോർഡ് ഒരുപാടെണ്ണം ഇങ്ങനെ തമ്മിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മളുടെ പഴയ പേനയുടെയൊക്കെ ക്യാപ്പിൻ്റെ ആ ഒരു ഹാൻഡിലുണ്ടാവില്ലേ, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതാണ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു അയൺ ബോക്സിൻ്റെ ഷേപ്പായി. ഇനി അതിൻ്റെ അകത്തായിട്ടൊരു ബട്ടൺ ഉണ്ടാവുമല്ലോ, അതും കൂടെ നമുക്കിവിടെ ഞാനിവിടെ ഒരു സ്റ്റോണാണ് അതിനിവിടെ, അത്രയും ചെറുതാണ്, അതുകൊണ്ട് ഞാനൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തു. ഒരു ബാക്ക് സൈഡിൽ കുറച്ച് ഫിനിഷിങ് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എൻ്റെത് കുറച്ച് അൺഈവനായിട്ട് ഇരുന്നുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആഡ് ചെയ്ത് കൊടുത്താൽ. ഇനി നമുക്ക് പഴയ ഒരു ഹെഡ്ഫോണിൻ്റെ വയർ എടുത്തിട്ട് നമുക്കിതുപോലെ നമ്മളത് കഴിഞ്ഞ ദിവസം മിക്സ് ചെയ്തപ്പോൾ ചെയ്ത അതേപോലെ തന്നെ പ്ലഗും കണക്റ്റിംഗ് വയറും റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡ് ഇതൊരു 3 പിൻ പ്ലഗാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഐ പിൻസ് വെച്ചിട്ട് നമുക്ക് പിന്നും റെഡിയാക്കാം. അങ്ങനെ അതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാം.
നമുക്ക് ആ ഒരു ഹീറ്റിംഗ് പ്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻഡി റാപ്പറോ അല്ലെങ്കിൽ പാക്കേജിങ്ങിൻ്റെ ഒക്കെ അവിടെയുള്ള ഒരു സിൽവർ കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ഒറിജിനാലിറ്റി കിട്ടും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ സിൽവർ കളറ് പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ അലുമിനിയം ഫോയിൽ ഉള്ളതുകൊണ്ട് അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നി. എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു കോയിലിൽ കുറച്ച് കുത്തു പോലെയൊക്കെ കാണൂലേ, ആ ഒരു കുറച്ച് ഓട്ടകളൊക്കെ കാണും. സോ അതിന് നമുക്ക് ഈ ഒരു നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇംപ്രഷൻസ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വയർ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഫ്ലെക്സ് ഗ്ലൂ ആണ് കേട്ടോ ഉപയോഗിച്ചത്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് ഗ്ലൂ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഞാനിവിടെ റെഡും ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ തോന്നി കുറച്ച് ലൈറ്റ് കളർ കൊടുത്താൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഒരു നെയിൽ പോളിഷ് വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തു കൊടുത്തു, നമ്മൾ മിക്സ് ചെയ്ത അതേ കളർ കോമ്പിനേഷനിൽ. സോ അതുകൊണ്ട് ഞാനത് പിന്നീട് മാറ്റിയില്ല. അപ്പോൾ പിന്നീട് എനിക്ക് തോന്നി ലൈറ്റ് കളറായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന്. ആദ്യം ഞാനിതുപോലെ ഒരു ലൈറ്റ് കളർ കോമ്പിനേഷൻ റെഡും ഇതുപോലെ തന്നെ ഒരു പേൾ വൈറ്റും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഒരു അത്രയ്ക്ക് ഭംഗി തോന്നിയില്ല എനിക്ക്. അതിനുശേഷം ഞാൻ പിന്നെ ബ്ലാക്ക് ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ പേൾ വൈറ്റ് കൊടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ആൻഡ് പ്ലഗിനൊക്കെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. അതിന് ഞാൻ നെയിൽ പോളിഷ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം മിനിയേച്ചർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഷൈനിങ് ഉണ്ടായിക്കോട്ടെ എന്ന്. പക്ഷേ അങ്ങനെ ഞാനിവിടെ പെയിൻറ്റൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. മൈന്യൂട്ട് ഡീറ്റെയിൽ ഒന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും പെയിൻറ്റ് ചെയ്യാം. ആൻഡ് ആ ഒരു ഡാർക്ക്നെസ് കൂടിപ്പോയതുകൊണ്ടാണ് ഞാൻ വൈറ്റ് വെച്ചിട്ട് കുറച്ച് ഹൈലൈറ്റും ഡിസൈനും ഒക്കെ കൊടുത്തത്. അപ്പോൾ കുറച്ചൊരു ഓർണമെൻറ്റലായിപ്പോയി. എന്നാലും അയൺ ബോക്സ് ആണെന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുട്ടി അയൺ ബോക്സ് ഇഷ്ടമായോ? അപ്പോൾ നമുക്കിനി ഡോൾ സ്റ്റോറിയിലൊക്കെ ഈ അയൺ ബോക്സൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ഡോൾ ഹൗസ് മിനിയേച്ചേഴ്സ് ആദ്യം തന്നെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഡോൾ ഹൗസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആക്സസറീസ് ചെയ്തെടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഇത് നൈറ്റിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് കാണും. കാരണം മിനിയേച്ചറും കൂടെ ആയതുകൊണ്ട് അത്രയ്ക്കൊരു ഭംഗി തോന്നുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മിനിയേച്ചർ അയൺ ബോക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അതേപോലെ എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വെള്ളിയാഴ്ച കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!